ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് 2 ഗസ്റ്റ് വേണ്ടി. അപ്പോൾ എന്തായാലും കുഴിമന്തി ഉണ്ടാക്കാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും വിസിറ്റേഴ്സും വരുന്നതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതിന് വേണ്ടി ടൗണിൽ പോവാണ്. വണ്ടി ഓടിക്കണം പറഞ്ഞിട്ട് ആരും ഒന്നും പറയണ്ട, കാരണം ഞാൻ ആകെ അവിടെ നിന്ന് എടുത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കട നോക്കിയപ്പോൾ കട അടച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചൂല് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മങ്ങനംപാലം ഹൈവേൻ്റെ അടുത്തുള്ള ഒരു കൈരളി ടാർപോളിൻ എന്ന് പറഞ്ഞ ടാർപ്പായി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു കടയിൽ പോയിട്ട് നല്ലൊരു ചൂല് വാങ്ങി. മിക്കപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങണം, ബെസ്റ്റ് ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ അങ്ങനെ വന്നൊരു കടയിൽ കയറി. അവിടെ മുടപ്പില്ലൂരിലുള്ളൊരു കടയാണ്. അവിടെ ആളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ഇരുന്ന് ഇതെന്താ ആവാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വീടെത്തി നമ്മളിതാ ചിക്കനൊക്കെ കഴുകി ഫ്രഷാക്കി അതിൽ കുറച്ച് കുത്തൊക്കെ കൊടുത്ത്, പിന്നെ പച്ചക്കറി ഐറ്റംസ്, പിന്നെ പൊടി വർഗ്ഗങ്ങൾ, പിന്നെ അനിയത്തിക്ക് ഒരു ആശ കുറേ ആയി പറയണു കാലിലിരുന്ന് മസാജ് ചെയ്യണമെന്ന് അതിൻ്റെ പൊടി ഇട്ടിട്ട്. അപ്പോൾ അതെന്തായി, ഞങ്ങൾ അങ്ങോട്ട് നിറവേറ്റി കൊടുത്തു. അവൾക്ക് ഒരു കാലം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അവൾ ഇങ്ങനെ തിരുമ്പുമായിരുന്നു. അങ്ങനെ എല്ലാം തിരുമ്പിയൊക്കെ കഴിഞ്ഞു. തിരുമ്പി കഴിയണുള്ളൂ. തിരുമ്പി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ ഈ സാധനങ്ങളുടെ പേര് എനിക്ക് അധികം അറിയില്ല. എനിക്കറിയണ പോലെ പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയൊക്കെ എനിക്കറിയുള്ളൂ. ഞാൻ അത്ര അടുക്കളയിലുള്ള സ്പെഷ്യലിസ്റ്റ് അല്ല. മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് ലേശം ഉപ്പ് ഇട്ടാൽ, നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ഇട്ടാൽ മതി, ഉപ്പ് കൂടല്ലേ. പിന്നെ മാഗി ക്യൂബ് ഇട്ടാൽ, മാഗി ക്യൂബ്. എന്തുകൊണ്ട് ഇതിന് മാഗി ക്യൂബ് എന്ന് പറയാൻ അറിയില്ല. ചിക്കനിലാണ് ഇടണത്, പക്ഷെ മാഗി എന്നാണ് പേര്. പിന്നെ ഒരു 10 ഗ്രാമ്പു ആണെന്ന് തോന്നുന്നത്, അതാണെന്ന് തോന്നുന്നു. പിന്നെ ഉണക്കനാരങ്ങയൊക്കെ ഉണ്ട്. ഉണക്കനാരങ്ങ വാങ്ങണേയും കാട്ടി നല്ല നമുക്ക് ഉണക്കണമായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴാണ് വിചാരിച്ചത്. പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നേരെ ഇനി ഇതൊക്കെ പോയി അരയ്ക്കണം. ഇനി അത് അരയ്ക്കാനായിട്ട് മിക്സിയിലോട്ട് എല്ലാം അങ്ങോട്ട് ഇടുകയാണ്. പൊടിയാണെങ്കിലും മാഗി ക്യൂബ് എല്ലാം. അതിലോട്ട് ലേശം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അരച്ചതിന് ശേഷം നമ്മളിതാ ചോറ് അടുപ്പത്ത് വെച്ചു കേട്ടോ. ചോറ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച്, അപ്പോൾ ചിക്കൻ റെഡിയാക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ചിക്കൻ അരക്കി വെച്ചിരിക്കുക. ആദ്യം തന്നെ ശുഭമായിട്ട് അങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. 2 കാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പാവം കോഴി, ഈ കാലും കൊണ്ടല്ലേ നടന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം. പിന്നെ നമ്മൾ ചോറിലൊക്കെ ഒഴിക്കുന്ന എണ്ണ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിലൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി. ആ സമയത്ത് നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കനുള്ള മയോണീസ് ഉണ്ടാക്കാം. മയോണീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുട്ടയൊക്കെ എടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മയോണീസായി. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ ഓവർ കരിഞ്ഞു പോയാൽ പിന്നെ കഴിക്കാൻ പറ്റൂല. അങ്ങനെ ആ ഗ്രേവിയിൽ തന്നെ നമ്മൾ ക്യാപ്സിക്കം അങ്ങനെയുള്ള തക്കാളി, സവാള എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, മല്ലിയില എല്ലാം. അങ്ങനെ ഇനി അതിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഇതും കൂടി പറയണമായിരുന്നു. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇതിൽ പുകയൊക്കെ വരുത്തി മുളകൊക്കെ വെച്ച് ഭാരം കൊടുത്ത് അങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് വിസിറ്റേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.